ഈ ഒരു എഗ് മസാല നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്നെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റ് കൊടുക്കേണ്ടി വരും കേട്ടോ. കാരണം മുട്ടയ്ക്ക് 5 രൂപയാണെങ്കിൽ നമ്മൾ ഈ ഒരു മസാല ഇട്ട് മുട്ടയ്ക്ക് കടയിൽ കൊടുക്കുന്നത് 20 രൂപയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ നല്ല രീതിയിൽ മസാലയൊക്കെ തയ്യാറാക്കി വളരെ ടേസ്റ്റിയോടുകൂടി മനസ്സിന് തൃപ്തിയോടുകൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. നമുക്ക് ആ ഒരു റെസിപ്പിയിലോട്ട് നമുക്കൊന്ന് പോവാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് 12 മുട്ടയാണ്. സാധാരണ മുട്ട ഇവിടെ എല്ലാവരും കഴിക്കും, മസാലയും കൂടെ ഇടുന്നത് കൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ കഴിക്കും. അതുകൊണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് അത് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മസാല കൂട്ടുകളെടുക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് ഒടങ്കല്ലി മുളകാണ്. ഒടങ്കല്ലി മുളക് വന്നിട്ട് ഞാനിതിൽ 2 കാണിക്കുന്നുള്ളൂ, ഒരു 3 എടുത്തിട്ടുണ്ട്. എരി കുറവാണ്. പിന്നെ ഒരു 3 വലിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മൾ മല്ലിയില എടുത്തിട്ടുണ്ട്, പുതിനയില എടുത്തിട്ടുണ്ട്, കറിവേപ്പില എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുന്ന രീതിയിൽ എടുക്കരുത്, അപ്പോൾ ഒരു പിരിപിരിപ്പ് ഉണ്ടാവും. അത്യാവശ്യം നല്ല അരയുന്ന രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു മസാലക്കൂട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് ഈ എഗ്ഗ് എല്ലാം കൂടി നമുക്കിട്ടിട്ട് ഒന്ന് മസാല ഒന്ന് ആക്കി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെയും കൂടി ഒന്ന് ആക്കിയെടുക്കാം. പക്ഷേ ഇങ്ങനെയും കൂടെ ആക്കി ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. എന്നിട്ട് നമുക്ക് ആ അരച്ച് വെച്ച മസാലയും കൂടെ ഒന്നകത്തോട്ടൊന്ന് ഫില്ല് ചെയ്ത് വെച്ച് കഴിയുമ്പോഴുള്ള ടേസ്റ്റ് ഉണ്ടല്ലോ, നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒടങ്കല്ലി മുളക് എരി കുറവായതുകൊണ്ട് പിന്നെ സാധാരണ ഇവിടേക്കൊക്കെ നല്ല എരിയാണ് വേണ്ടത്, പക്ഷേ ഇത് എരിവ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടും എരിവ് കുറവായിരുന്നു. പക്ഷേ അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമേ മുട്ട കൊണ്ടുവച്ച സമയത്ത് അവൻ കൂടുതൽ മുട്ട എടുത്തു, 4 മുട്ട ഒറ്റ ഇരിപ്പിനും അകത്താക്കിയിട്ടുണ്ട്. ഞാനൊരു 2 എടുത്തു. ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്ന് രാത്രി നൈറ്റാണ് കേട്ടോ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൂടുതലും ഉണ്ടാക്കി കഴിക്കാറുള്ളത്. കാരണം അപ്പോഴാണല്ലോ എല്ലാവരും ഒരുമിച്ചിരിക്കുക. മറ്റേത് ഉച്ച സമയമൊക്കെ ആകുമ്പോൾ ഒന്ന് വേവിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കാണില്ല, ചിലപ്പോൾ അതിലൊരാൾ കാണില്ല, മദ്രസയിൽ പോകും, ട്യൂഷൻ പോകും, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ഒന്ന് പോകുന്നതുകൊണ്ട് നൈറ്റാണ് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ ബൈ.